അപ്പോൾ ജി ടി എഫ് അതിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരിക്കൽ നമ്മുടെ ജി ടി എഫ് അതിൻ്റെ അടുത്ത മിഷനായിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കണത് നമ്മുടെ ഏറ്റവും വലിയ ടവറിൻ്റെ മേലാണ് ഗൈസ്. ഇതൊരു മേസ് ബാങ്ക് എന്നാണ് പേര്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹെലികോപ്റ്റർ വിളിക്കാനായിട്ടാണ് ഗൈസ്. ഓക്കെ അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ ജി ടി എഫ് അതിൻ്റെ ഹെലികോപ്റ്റർ. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കയറാൻ പോണേ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത്. വലതുകാലം വെച്ചങ്ങ് കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് നമുക്ക് ഇവിടുന്ന് ഹെലികോപ്റ്റർ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നോക്കിയാണ് നമ്മൾ ജ്വല്ലറി ഹേസ്റ്റ് നടത്തിയിട്ട് നമുക്ക് നിറയെ മില്യൺ കണക്കിന് ഗൈസ് കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ഏകദേശം നിറയെ മില്യൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാശ് വെച്ച് മേടിച്ചാണ് ഗൈസ് ഇതെന്ന് പറയുമ്പോൾ ഒരു ആർമി ഹെലികോപ്റ്ററാണ് ഗൈസ്. ബുള്ളറ്റ് പ്രൂഫാണ്. അതിൻ്റെ മെറ്റൽ ഔട്ടർ കോട്ടിങ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പോണത് മൈക്കിളിൻ്റെ വീട്ടിലേക്കാണ് ഗൈസ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും റോട്ടിലേക്ക് ലാൻഡ് ചെയ്യാട്ടോ. ഇവിടെ അടുത്ത് ലാൻഡ് ചെയ്യാം. അപ്പോൾ താഴെ കാണുന്നതാണ് മൈക്കിളിൻ്റെ വീട്. അവിടെ ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്. അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല. നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഇറക്കാട്ടെ ഗൈസ്. എനിക്ക് ഹെലികോപ്റ്റർ നമുക്ക് ഈ എയർലോഡ് ഓടിക്കണ അത്ര ബുദ്ധിമുട്ടില്ല ഗൈസ്. കാരണം ട്രാഫിക്കൊന്നും ഇല്ലല്ലോ. ഇടിക്കണ സീൻ അങ്ങനെ വരില്ല. ലാൻഡ് ചെയ്യുമ്പോഴൊരു ചെറിയ കുഴപ്പം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാൻ നോക്കട്ടെ ഗൈസ്. നിങ്ങളെന്തായാലും വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് പവറാക്കട്ടെ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ നമുക്ക് ഇവിടെ ഏതെങ്കിലും റോഡിൽ ഇതെന്ത് പമ്പരം കറങ്ങണോ ഗൈസ് കറങ്ങണത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാട്ടോ. അയ്യോ ഇടിച്ചു പൊന്തിടിക്കല്ലേ അമ്മോ ഗൈസ്. ഇത് ലാൻഡ് ചെയ്യണ ഒരുപാട് സീനാട്ടോ. നമുക്ക് ഇവിടെ അങ്ങനെ ലാൻഡ് ചെയ്യാം കേട്ടോ. വീട്ടിൻ്റെ മേലെ ലാൻഡ് ചെയ്യാം. ലാൻഡോ ഓക്കെ. നമ്മളെന്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബൈക്ക് വിളിച്ചിട്ട് പോട്ടെ. ചാവല്ല ഭയങ്കര കുഴപ്പമൊന്നും പറ്റിയില്ല. നമുക്ക് ഇവിടുന്ന് ഒരു ബൈക്ക് വിളിച്ചിട്ട് പോവാട്ടോ. ആദ്യം ഇവിടുന്ന് ബൈക്ക് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ നമ്മൾ ബൈക്കും വിളിച്ചിട്ട് മൈക്കിളിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് മൈക്കിളിൻ്റെ വീട്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി വെച്ചിട്ട് മൈക്കിളിൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ നമുക്കെന്തായാലും ഓടിക്കയറാട്ടോ. തുറക്കും മൈക്കിൾ വാല് തുറന്നിട്ടേക്കാൻ തോന്നുന്നു. കിടന്ന് നോക്കട്ടെ. അവിടെ ആരും ഇല്ലേ? മൈക്കിൾ അതാ മൈക്കിൾ ഇവിടെ കള്ളും കുടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അടിച്ച് ഫിറ്റായിട്ട് കിടക്കാൻ. മൈക്കിൾ അപ്പോൾ എന്താ പരിപാടി? നമ്മൾ ബാങ്ക് റോബറൊക്കെ എന്താണ് ഞാൻ ബാങ്ക് റോബറി എന്ന് പറയുന്നത്? ജ്വല്ലറി ഹേസ്റ്റ് ബാങ്ക് റോബറി മനസ്സിലായിരുന്നായി. നമുക്ക് നിറയെ കാശൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹെലികോപ്റ്ററാണ് വന്ന്. മൈക്കിളൊക്കെ പുതിയ കാറ് മേടിച്ച് നോക്കിയാണ് കേട്ടോ പറയണേ. അതിനകത്ത് സൂപ്പർ കാറിൻ്റെ ആരോ കുറേ ഉണ്ട്. ഓക്കെ സപ്പ് ഇതെന്തെങ്കിലും ലോഡായി കൊണ്ടുപോക്കണ. ഗായ്സ് നമുക്ക് ഈ ജി ടി എഫ് ഐയിൽ തന്നെ 3rd ക്യാരക്ടറിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ട്രെവർ. അറിയാത്തവർക്കാട്ടോ പറയണം. നിറയെ പേർക്ക് പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ക്യാരക്ടറിനെ വരെയാണ് ട്രെവർ. നമ്മൾ ജി ടി എഫ് ഐയിൽ 3rd ക്യാരക്ടറാണ് കേട്ടോ. ഓക്കെ നമുക്ക് ആദ്യം ഫ്രാങ്ക്ലിനെ കിട്ടി, പിന്നെ മൈക്കിളിനെ കിട്ടി. ഇപ്പോൾ വേണ്ട ട്രെവറിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ അപ്പോൾ ഇതാണ് ട്രെവറിൻ്റെ വണ്ടി. പഴയകാല പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഒരു ഡെസേർട്ട് പോലത്തെ ഏരിയയിലാണ് കേട്ടോ ട്രെവറിൻ്റെ വീട്. ഇങ്ങനത്തെ വണ്ടിയൊന്നും നമ്മുടെ സിറ്റിയിൽ കിട്ടില്ല. നല്ല കൊള്ളാവുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ട്രെവറിൻ്റെ കൂടെ ആരൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. വേറെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മളിപ്പോൾ ഇതിപ്പോൾ ലൊക്കേഷൻ കാണിച്ച സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത്. വണ്ടി കുറച്ച് സ്പീഡൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഇല്ല. വഴി തെറ്റിച്ചേ. ഓക്കെ എനിക്ക് സംസാരിച്ചുകൊണ്ട് വഴി തെറ്റണ പരിപാടി കുറച്ച് കൂടുതല. അതെ ഓക്കെ നമുക്കെന്തായാലും ഞാൻ അങ്ങോട്ട് പോവാട്ടെ ഗൈസ്. ഇവിടെ ഫുള്ള് ഡെസേർട്ട് പോലത്തെ ഏരിയ ആണ് ഗൈസ്. ഫുള്ള് മലകളൊക്കെ അവിടെ. നമ്മുടെ സിറ്റി ഈ കാണുന്ന മലേൻ്റെ അങ്ങാണ്ട് അപ്പുറത്താണെന്ന് തോന്നുന്നു സിറ്റി. നമ്മളെന്തായാലും വണ്ടിയിലേക്ക് പോസ്റ്റ്. നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി പുറകിൽ കാണാൻ വീണ്ടിട്ട് പിടിച്ചിരിക്കില്ല. അവനെ കണ്ടിട്ട് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അവൻ്റെ മുഖം കണ്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ട് എന്താ തിരുവാതിര കളിക്കാൻ പോണവൻ. നമുക്ക് അവിടെ വണ്ടി ഇടാട്ടാ.
ബൈക്കേഴ്സ് കോളനി, എന്തോ ബൈക്കർമാരുടെ കോളനി കേട്ടോ. അവരെ ചിഹ്നമൊക്കെ സൈഡിലുണ്ട്. ഹലോ, എന്തോ അടി ഉണ്ടാക്കാനുള്ള പരിപാടി. ടവറിൻ്റെ ഷട്ടിൽ ചോരയുണ്ട് കേട്ടോ ഗൈസ്. എന്തോ അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഈ ബൈക്കർമാർ നമ്മളെന്തോ ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ. ചോരയൊക്കെ ഉണ്ട് നമ്മുടെ ഷൂസിലൊക്കെ. ടവറിനിട്ട് കാട്ടണേ, ടവർ വരെ ഈക്കണം അഭിനയിക്കണം. ഗൈസ് എന്തോ അടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഗൈസ്. എന്തോ പണി വരുന്നുണ്ട് ഗൈസ്. ഫുള്ള് അടിയാണ് കേട്ടോ ഗൈസ്. എനിക്ക് തോന്നി ഇവർ പറയണത് ഇവർ ട്രവറിൻ്റെ വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെ പിടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവർ വെടിവെച്ചിട്ടാലോ, വെടിവെച്ചിട്ടൂടെ? കുഴപ്പമില്ല. അവൻ ജാമായി. ഓക്കെ, നമ്മളെന്തായാലും ഒരു ബൈക്കേഴ്സിനെ വെടിവെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വാൻ പിടിക്കാൻ നോക്കാം. എനിക്ക് ഈ വണ്ടി കൺട്രോളിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഞാൻ ചാടി പിടിക്കും. വെടിവെച്ചിടാൻ പറ്റുമോ എനിക്കിത് അറിയണില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മിഷൻ തോക്കുന്നു തോന്നുന്നു. വെടിവെച്ച് കിട്ടണില്ല. ടയറ് പൊട്ടിയിട്ടും കാര്യമില്ലാന്ന് തോന്നുന്നു. വെടിവെച്ചിട്ട് വെറുതെ ട്രൈ ചെയ്യാൻ നോക്കണ്ട കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും പണി കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും വണ്ടി തിരിച്ചെൻ്റെ. അവർ പോണു. തിരി. നമുക്കെന്താ ഇതെന്താ ഇവിടെ നിന്ന് തീർന്നില്ലല്ലോ. ഇത് എന്തുട്ട് വഴിയാണ് ഗൈസ്. ഗൈസ് ഇനി നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഗൈസ്. നമ്മൾ ഇനി ഓടിച്ചെങ്ങാനും ഒരു ഇഞ്ചും അങ്ങോട്ട് അനങ്ങി നമ്മൾ വെള്ളത്തേക്ക് പോകും ഗൈസ്. നമുക്ക് മെല്ലെ പേടിച്ചിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ ഓടിക്കണത്. തിരി ഇതാണ് ഈ വഴി മനസ്സിലാവണില്ല കേട്ടോ ഗൈസ്. അവർ കത്തിച്ച് കൊണ്ടിട്ട് ഗൈസ്. പിന്നെ വണ്ടി ഓടിക്കണത് ഞാനാണല്ലോ ഗൈസ്. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കുന്ത് പറഞ്ഞോളൂ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും പിടിച്ചു പോകുമ്പോൾ കേട്ടോ. അവരായിട്ട് കിട്ടണില്ല കേട്ടോ ഗൈസ്. നിക്ക് അവൻ്റെ അടുത്തേക്ക് എത്തിച്ച വണ്ടി നിർത്തുള്ള JCB ഒക്കെ. എൻ്റെ അമ്മ JCB ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ എന്നാലും ഇവിടെ വെടിവെപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നമുക്കെന്തായാലും കയറി ചെല്ലട്ടോ. ഫുള്ള് വെടിവെപ്പാണ് കേട്ടോ ഗൈസ്. നിറച്ച ആൾക്കാർ അറഞ്ചം പുറഞ്ഞ് വന്നുകൊണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ വന്നുകൊണ്ട് കൊരുത്തനും തീരുന്നില്ല അങ്ങോട്ട്. ഗൈസ് അവിടെ തീയൊക്കെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. വരുന്നിടത്ത് എൻ്റെ അമ്മ ഗൈസ്. ഓരോരുത്തന്മാരിങ്ങനെ വന്നു. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. 3 എണ്ണം കൊണ്ട്. ഒരാൾ നമ്മുടെ തൊട്ടടുത്ത ബൈക്ക് എടുത്ത് വരുന്നു ഗൈസ്. അല്ല സ്ഥലം വണ്ടിക്ക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേരും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. പൊട്ടിച്ചിട്ടുണ്ട്. അവിടുത്തെ കാറിലുണ്ട്. തീർത്ത് കാറിൽ വെച്ച് തന്നെ തീർത്തുണ്ട്. പക്ഷെ കാറ് മാറ്റിയാലാണല്ലോ വെടി വയ്ക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരുത്തുണ്ട് കേട്ടോ. കിട്ടണില്ലല്ലോ. ഒരുത്തും പയ്യനതാ വരും. ഇതെന്താണ് വന്നോണ്ട് കേട്ടോ. നിങ്ങൾക്ക് മാപ്പിൽ നോക്കി മനസ്സിലാവും. നമുക്ക് നമ്മുടെ പുറത്ത് വെടി കിട്ടിയിട്ടുണ്ട്. വെടിയെന്ന് വെച്ചാൽ ഗൈസ് വെടിവെപ്പിൻ്റെ വെടിക്കെട്ടാണ് ഗൈസ്. നമ്മുടെ വാനിലൊന്നും ആൾക്കാർ അത് അവിടെ ഉണ്ട് ഗൈസ്. നമ്മുടെ വാൻ അവിടെ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെങ്കിലും ഉണ്ടായി അവിടെ അറ്റത്ത് വരുത്തുന്നു കേട്ടോ. അവനെ കറക്റ്റ് കിട്ടിയ നല്ലതാണ്. സെറ്റ് ഗൈസ്. എങ്ങോട്ട് ഓടിച്ചാലും കൂട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത് നല്ലതല്ലാന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ അടുത്ത് ഒരു സിലിണ്ടർ നിൽക്കുന്നുണ്ട്. അതുമ്മക്ക് അങ്ങനെ ഒരു ബുദ്ധിയുള്ള മരവെടി വെച്ചാൽ നമ്മൾ തീർന്നു കേട്ടോ ഗൈസ്. ആ സിലിണ്ടറിമ്മക്ക് വെടി വെച്ചാൽ നമ്മൾ തീരും. ഇപ്പം നമുക്ക് എവിടേക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവിടുത്തെ ഒരുത്തന്നെ തീർത്തുണ്ട്. എൻ്റെ അമ്മ തീർന്നില്ല. ബൈക്കിലെടുത്ത ആൾ 2 വീണ്ടും തീർത്തുണ്ട് ഗൈസ്. നമ്മളെ വട്ടിട്ടു കേട്ടോ ഗൈസ്. സിലിണ്ടറിൻ്റെ അടുത്തുനിന്ന് നമുക്ക് നീങ്ങിക്കണം കേട്ടോ സുരക്ഷ. ഇവിടുത്തെമാരെ തീർത്താലേ നമുക്ക് അങ്ങോട്ട് അനങ്ങാൻ പറ്റുള്ളൂ.
എന്തുട്ടാ വിസയിലൂടാ കൊണ്ടുണ്ട് ഗൈസ്. ഇതാണ് നല്ല ഐഡിയ എന്ന് തോന്നുന്നു. ഇതാകുമ്പോൾ കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ അടുത്തൊരുത്തെത്തിന് ട്രെയിൻ ആകുമ്പോൾ അതുമ്മയ്ക്ക് വഴിച്ച് നമ്മൾ തീരും. ഓട്ടയുള്ള വണ്ടി അത്. പക്ഷെ ഒളിക്കാന്ന് വെച്ചാൽ അതും പറ്റൂല. ഇവിടെ ഒളിക്കാതാണ് സേഫ്റ്റി ഗൈസ്. നമുക്ക് കറങ്ങി തിരിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവാം. അതാണ് നമുക്ക് ഈസിയാ. ഈ വഴി കറങ്ങി അവരുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും നമുക്ക്. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ചാടി കിടക്കേണ്ടി വരും. എനിക്കമ്മ വെടിയിട്ട് എവിടെ അവൻ? നമുക്ക് വെടി കിട്ടീട്ടാ. ഈ പുല്ലിൽ ഒളിച്ചിരിക്കാം. എവിടെയാണ് അവൻ? കാണണ്ടല്ലോ. പൊട്ടി പക്ഷേ കിട്ടി. കിട്ടി ഗൈസ്. നമുക്കെന്നാലും ഈ വഴി കറങ്ങി തിരിഞ്ഞ് ചെല്ലാട്ടോ. അതാണ് ഗുഡ് ഐഡിയ എന്ന് തോന്നുന്നു. ചാടാൻ പറ്റും. ചാടാൻ പറ്റും. ഇവിടെ അടുത്ത് ഗൈസ് 2 എനിമീസ് കേട്ടോ അടുത്ത്. കൊടുത്ത് നമ്മുടെ തൊട്ടടുത്തുണ്ടാവും. ഒറ്റ വടിക്ക് നമുക്ക് തീർക്കാം. അവിടെയാണ് ഗൈസ്. അതാ മെയിൻ. കൊടുത്തോർത്തുണ്ട്. അടുത്ത 2 തീർത്തുന്നു കേട്ടോ ഗൈസ്. ബൈക്കറാ പൊട്ടറ പക്ഷേ പോട്ടെ ഗൈസ്. ഇവിടുന്ന് ഗൈസ് ഇവിടുത്തെ ഒരുത്തുണ്ടല്ലോ. അതാ അല്ല ഗൈസ്. മേലിലൊരുത്തുണ്ട്. അവനെയാണ് ഞാൻ ഉന്നം വെച്ച് വെക്കണത്. അവനെ ചാടാ റിട്ടേൺ ടു ദി ട്രക്കാ. ഇന്ന് മിന്നിക്കൊണ്ട് നിൽക്കണവര് അവനോട് പേടിച്ചവര്. ട്രക്ക് നമ്മുടെ ദൂരത്തുണ്ട. ട്രക്കിൻ്റെ അകത്തേക്ക് കയറാനാണ് പറയണത്. വേഗം ചെല്ല്. അവന്മാർ മിന്നിക്കൊണ്ട് കിടക്ക്. മാപ്പിലൊക്കെ കാണാൻ പറ്റും. മിന്നണം എന്തുട്ട് കോംപ്രമൈസ് ചെയ്യാൻ തോന്നുന്നു. വണ്ടി കയറുക. അവിടെ നിൽക്കാൻ പോവാ. നമ്മൾ കയറില്ല തോന്നൂട്ടാ. നമുക്ക് തിരിച്ചു പോവാം. ചെല്ല്. സൈഡിലോട്ട് ആൾ കാണുന്നവന് ഇടിച്ചിട്ടല്ലോ ഗൈസ്. ഇത്രയും നമ്മളെ വെടിവെച്ച ആളല്ലേ. അവനെ ഇടിച്ചിട്ടാ. അങ്ങനെ അങ്ങ് പോയാലോ മോൻ. പിന്നെ കുറച്ച് അത്തിട്ട് പോയില്ല അവന്. പക്ഷെ ഇത്ര നമ്മളെ വെടിവെച്ചിട്ട് അവനൊരു കൂസലിലാണ് നടന്നു പോകുന്നു. ഇല്ല നെക്സ്റ്റ് നമ്മൾ തീർത്തുണ്ട് കേട്ടാ. നമുക്കെന്തായാലും ഇപ്പോഴും എന്തോ ലൊക്കേഷനിൽ കാട്ടുന്നുണ്ട് കേട്ടോ. ഇവരിപ്പോൾ സംസാരിക്കണ കോംപ്രമൈസ് എന്തോ ആ ആളെന്നെ കൊല്ലാനൊക്കെ കേട്ടപ്പോൾ പറയണേ. ഏതോ വാൻ എന്തോ അങ്ങോട്ട് പോകാനാണ് പറയണത്. എവിടെ എങ്ങാണ്ടാണ് ലൊക്കേഷൻ കാട്ടണത് കേട്ടോ. ഇവിടെ എന്തോ വണ്ടി കിടക്കണ്ടല്ലോ. വണ്ടിയല്ല എന്തോ സാധനം തോന്നുന്നു. പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇടിക്കാനുള്ള പരിപാടി തോന്നുന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇടിക്കാൻ നമുക്ക് വണ്ടി റേസ് ചെയ്ത് കേട്ടോ. ഫുള്ള് റേസ് ചെയ്തിട്ട് ഇടിച്ച് അപ്പുറത്തേക്ക് കേട്ടോ. ഉസ്തി ട്രെയിലർ ഇൻറ്റു ദി റിവർ. 5 മാസം ഇടിച്ചിട്ടുണ്ട് കേട്ടോ. റിവേഴ്സ് എടുക്കാം കേട്ടോ. അവിടെ എത്തിയിട്ട് ഫുൾ പവർ എടുക്കാം. റിവേഴ്സ് ഇടിച്ചോ വള്ളത്തേക്ക് വീഴും. ചാടി അപ്പളിക്കും ഇവൻ കാരണം കേട്ടോ. ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഈ അടിമുഴുണ്ടായി കേട്ടോ. ഒറ്റ ഒരുത്തവൻ്റെ താടിയും മീശയും പരട്ട ഷർട്ടും. നമുക്ക് അവനെ വെറുതെ വിടാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും വെടി വെച്ച് കൊല്ലാം. വെടി വെക്കണ്ട ഗൈസ്. അവരെന്താ പറയണേ നോക്കട്ടെ. നമ്മൾ എൻ്റെ വീടെന്തായാലും ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ത്രട്ടൺ പറ്റിയേക്ക. നമുക്ക് നീ ആയുധം വെച്ച് അടിച്ച് പൊട്ടിക്കട്ടെ. എന്താ മോനെ നീന്നോ. റിട്ടേൺ ടു ദി ത്രട്ടൺ ഒമേഗ. പിന്നെ കൊല്ലം പോടാ. തീർച്ച അങ്ങനെ അങ്ങ് പോയാലോ. നീ അങ്ങനെ വെള്ളത്തേക്ക് പോകണ്ട. നീ ഇങ്ങോട്ട് ചാടി വാ. ആ കിടക്കണുണ്ടോ ഗൈസ്. വെട്ടിയിട്ട വാഴത്തണ്ണ കിടക്കണുണ്ട്. നിന്നെ അങ്ങനെ വെടി വെച്ച് നിൻ്റെ തല വെടി വെച്ച് പൊട്ടിക്കിടുന്നു.
ഗൈസ് ഇവൻ നമ്മുടെ വീട് അറ്റാക്ക് ചെയ്തു. നമ്മൾ ഇവൻ്റെ വീട് അറ്റാക്ക് ചെയ്തു. ലോസ്റ്റ് ഓഫ്സ് ഒരു പോലീസുകാർക്ക് കുറേ പണിയില്ല ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മുടെ ആളെ കൊന്നിട്ടും പോലീസുകാരെ കുറച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ അവർ പറയണത് നമ്മുടെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ. വൈകുന്നേരം ആവാറായിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ വീട്ടിലേക്ക് വേഗം ചെല്ലാട്ടോ ഗൈസ്. ഇവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡാന്ന് തോന്നുന്നു. എന്നാലും ഗൈസ് അവൻ നമ്മളെ വീടും അറ്റാക്ക് ചെയ്തു, നമ്മൾ അവൻ്റെ വീട് അറ്റാക്ക് ചെയ്തു ഗൈസ്. നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ ഒരാവശ്യമില്ലാണ്ടാണ് കേട്ടോ ഗൈസ് നമ്മുടെ വീട് അറ്റാക്ക് ചെയ്തത്. നമ്മുടെ പ്രോബ്ലം എന്തായാലും കോംപ്രമൈസ് ആയിട്ടുണ്ട് കേട്ടോ. റൈഡർമാരെ കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. ആളെ നമ്മൾ വിസയിലിട്ട് കൊന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അവൻ അവിടെ നിന്ന് എണീക്കില്ല ഗൈസ്. ഓക്കെ നമ്മുടെ വീട് ഇവിടെ എങ്ങാണ്ടാണ് കാട്ടണം കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല, വീട് കണ്ടിട്ടില്ല കേട്ടോ. അവരെ കോൺവെർസേഷൻ ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ ഈ അടിയുടെ കാര്യം. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലാൻ പോകാൻ കേട്ടോ. വഴി തെറ്റില്ല ഈ വഴിയാ. ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും ചെല്ലാൻ പോകാൻ കേട്ടോ. ഞാൻ വീട് കണ്ടിട്ടില്ല, ഇവിടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇതാണ് നമ്മുടെ വീട് കേട്ടോ ഗൈസ്. നല്ല കിടുന്ന സെറ്റപ്പ് വീടാണ് കേട്ടോ. ഓക്കെ ഇത് ഇവിടുത്തെ ഈ നാട്ടിലത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ വീടാന്ന് തോന്നുന്നു കേട്ടോ. ഈ ട്രെയിലറിൻ്റെ അകത്തൊക്കെ വീട് വെക്കണം. ഓക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ മിഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ ബൈ ബൈ.